ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ കണ്ടാലോ. കേക്കിൻ്റെ വീഡിയോ നമുക്ക് കേക്ക് വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് 2-3 ഡ്രീം കേക്കും കൂടി ഉണ്ടായിരുന്നു, പിന്നെ ഫ്രെയിം ഉണ്ടായിരുന്നു, പിന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും മാത്രമാണ് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെയാണ്. കേക്ക് ഹസ്ബൻഡ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കാനായിട്ടുള്ള പ്ലാനില്ല. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ 4 എഗ്ഗും പൊട്ടിച്ച് വെച്ച് വാനില എസൻസും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾറെഡി നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നല്ലതുപോലെ അടിച്ച് പതപ്പിച്ച ബാറ്ററിലോട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അടിച്ച് പതിപ്പിക്കുക മിക്സായി വരണം. അതൊന്ന് മിക്സായ ശേഷം ഞാൻ 1/4 കപ്പ് ഓയിലും ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തെന്ന് വെച്ചാൽ ഓവർ ബീറ്റ് ആവാതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടോ, ബീറ്റർ വെച്ച് തന്നെ. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശായിട്ട് 3 പ്രാവശ്യമായിട്ട് ഇട്ട് ഫോൾഡ് ചെയ്തെടുത്തു. കട്ട് ആൻഡ് ഫോൾഡിൽ ഫോൾഡ് ചെയ്തെടുത്തു കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം എന്നുവെച്ചാൽ പൊടിയെല്ലാം കൂടി ഇട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സായ ശേഷം ഞാൻ വിനാഗിരി ചേർത്തിട്ടോ. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് വിനാഗിരി ചേർത്തു. പിന്നെ 6 ഇഞ്ച് ട്രേയിലോട്ട് ബാറ്റർ ഒഴിച്ച് ടാപ്പ് ചെയ്ത ശേഷം എയർ ബബിൾസ് എല്ലാം പോയ ശേഷം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തു. എയർ ബബിൾസ് പോയ ശേഷം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് 25-30 മിനിറ്റ് ബേക്കായിട്ട് വരാൻ വന്നു. അപ്പം ഞാൻ ഇങ്ങനൊരു ചെമ്പിലാണ് കേട്ടോ വെക്കുന്നത്, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെമ്പില്ലേ. അപ്പം നല്ല പാവട്ടമുള്ളതാണ്. അപ്പം നമുക്ക് വിസ്താരമായിട്ട് വെക്കുകയും ചെയ്യാം. ചെറുതിൻ്റെ അകത്ത് ആദ്യം വെച്ച് എനിക്ക് എൻ്റെ കൈയൊക്കെ പൊള്ളി അമ്മാതിരി പാടുപെട്ട്. പിന്നെ ബേക്കായി വന്നു. പിന്നെ നേരെ നമ്മൾ ബ്രെഡ് നൈഫ് വെച്ച് തന്നെ കട്ട് ചെയ്ത് കേട്ടോ. ആ ചൂടോടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. അങ്ങനെ എൻ്റെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അത് കുളമാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവർ വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ചൂട് പറക്കുന്നത്. ചൂടോടെ കട്ട് ചെയ്തത് കൊണ്ടാണ് അത്രയും പൊടി നല്ല പോലെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത 3 ലെയറായിട്ട് 3 കൂടുതൽ ലെയർ ഉണ്ടായിരുന്നു. 2 ഇതായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ്, പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. അപ്പം നമ്മളത് ഫസ്റ്റ് ലെയർ വെച്ച് ഞാൻ പിന്നെ ഷുഗർ സിറപ്പിനായിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഫസ്റ്റ് ലെയർ വെച്ചു, അതിന് ക്രീം വെച്ച്, അതിനുശേഷം നമ്മൾ ജെറിയും ചോക്കോ ചിപ്സും കൂടി അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുത്തു, ചെറിയ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്രം കോട്ട് ചെയ്ത് നേരെ ഫ്രിഡ്ജിലോട്ടായിട്ടാണ് വെച്ചത്.
അരമണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന ശേഷം നമ്മൾ ഫൈനൽ കോട്ടിനായിട്ട് എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ. അപ്പം ഫൈനൽ കോട്ട് നമ്മൾ കുറച്ച് പാടുപെട്ടു. 12 കേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ക്രീമൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് ക്രീമൊക്കെ ഇരുന്നതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഫോണ്ടൻ്റ് വർക്കിലോട്ട്. അപ്പം നെയിം എഴുതണ്ടായ. അപ്പം നെയിം ഞാൻ ഒരു ലെറ്റർ വെച്ചാണ് കേട്ടോ എഴുതുന്നത്. അപ്പം അതിനുള്ളൊരു ചെറിയൊരു അച്ചുണ്ട് നെയിമിൻ്റെ. അപ്പം ഞാനത് ഡസ്റ്റിൽ മുക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പം ഞാൻ എഴുതിയത് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് പറഞ്ഞാണ് എഴുതിയത്. അപ്പം ഫോണ്ടൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു തരത്തിൻ്റെ മുഖം സമ്മതിക്കുന്നില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ആദ്യം ഒന്ന് ചെയ്തപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ രണ്ടാമത് അത് ചെയ്തു കേട്ടോ. ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ നെയിം എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്.
അതിനുശേഷം ഞാൻ ഡസ്റ്റിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മേലത്തെ ഭാഗത്ത് ബ്രഷ് വെച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളർ വരാനായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വരച്ചു കൊടുത്തു കേട്ടോ. 4 സൈഡും അങ്ങനെ ഫുള്ള് റൗണ്ടിന് വരച്ചു കൊടുത്തു. അത് മൊത്തം ഞാൻ ഫിനിഷ് ചെയ്ത ശേഷം ഈ ഒരു ഗോൾഡൻ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് ഞാൻ സൈഡിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ചെറിയൊരു ഗാർഡന് ഭംഗിക്ക് വേണ്ടി. വേറെ ഡെക്കറേഷനൊന്നുമില്ല, പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ ഇതേ കണക്ക് വെച്ച് കൊടുത്ത ശേഷം ഞാൻ നേരെ ആ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയില്ല അതും ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു, ഒരു 3-4 ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. അതും ചെയ്യാനുള്ള പ്രിപ്പറേഷൻ. അപ്പം കേക്കൊക്കെ സ്പോഞ്ചൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ആ ഓരോ ഡിപ്പയ്ക്കകത്തോട്ടാക്കി. ഷുഗർ സിറപ്പ് അത് തന്നെയായിരുന്നു, മിൽക്ക് മെയ്ഡ് റെഡിയാക്കിയിട്ട്. പിന്നെ അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി അതും പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നിന്നു. നേരെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ വേറെ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തതുകൊണ്ട്, ഞാൻ മാത്രമല്ല എല്ലാവരും അപ്ലോഡ് ചെയ്തതുകൊണ്ട് പിന്നെ അത് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. അതൊന്ന് വെറ്റ് ചെയ്യുന്നതും അതിൻ്റെ തൊഴിക്കുന്നതും അത് മാത്രമേ ഉള്ളൂ. ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ റെഡിയാക്കി എല്ലാം ചെയ്തു. നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ വെച്ചത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നേരെ ഫ്രെയിം വർക്കിലോട്ട്. അപ്പം ഫ്രെയിമിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. A3 ഫ്രെയിമായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പാക്ക് ചെയ്തവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതായിരുന്നു ഫ്രെയിം, നമുക്ക് ചെയ്ത് കൊടുക്കാൻ തന്ന ഫ്രെയിം. ഇതായിരുന്നു A3 സൈസായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പിന്നെ ഒരു ആമയെ കിട്ടിയായിരുന്നു. 2 ദിവസം നമ്മുടെ വീട്ടിൽ കിടന്നു. പിന്നെ ഞാൻ അതിനെ കായലിൽ കളഞ്ഞു കേട്ടോ. അതിന് ശേഷം നമുക്ക് രാത്രിയിൽ കേക്ക് മുറിക്കാൻ, ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാത്രിയിലാണ് നമ്മൾ കേക്ക് മുറിച്ചത്. അപ്പം ചേട്ടനും കുട്ടികളും പിന്നെ അപ്പായും എല്ലാവരുമായിട്ടാണ് ഞങ്ങളുടെ കേക്ക് മുറിച്ചത്. അപ്പോൾ ഇവിടെ ഇനി ആരുടെ ബർത്ത്ഡേ വന്നാലും ഒരു കുഞ്ഞുങ്ങൾ 2 പേരും നിന്നിട്ടുണ്ടോ ബർത്ത്ഡേക്ക് അവരെ മുമ്പിട്ട് മുറിക്കാൻ നിൽക്കുന്ന ബർത്ത്ഡേക്കാർ പിന്നെ ആയിരിക്കും മുറിക്കുന്നത്. അവർ മുറിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർ മുറിക്കത്തുള്ളൂ. അങ്ങനെ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബർത്ത്ഡേ ആയിരുന്നു, ചേട്ടൻ വന്ന ടൈമിലായിരുന്നു ബർത്ത്ഡേ. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇനി എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. പിന്നെ ഓർമ്മിപ്പിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മറക്കും, കാണുന്നവർ ചിലവർ അൺസബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ.